നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. ഞാൻ എന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കുരിയച്ചിറയിൽ സ്കറിയ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ വന്നത് മെയിൻ കാരണം എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളുള്ള സമയമാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാനും അതെന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അഭിജിത്ത്. നമ്മളൊരു ചാനൽ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന, അതായത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന മെത്തേഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാനത് കണ്ടുപിടിച്ചതല്ല, ആരും ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഓക്കെ, അതിന്റെ ക്രെഡിറ്റ് ആർക്കോ കൊടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ല. കുറച്ച് മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മുടെ സീലിംഗ് ഒക്കെ ഭയങ്കര ചൂട് പിടിക്കുക. അതെ അതെ. അപ്പോൾ ചൂട് പിടിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂട് പിടിച്ച കാറ്റ് നമ്മുടെ റൂമിലത്തെ എല്ലാ ഫർണിച്ചറിനെയും ഒക്കെ ചൂടാക്കുക. വളരെ അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സീലിങ്ങിൻ്റെ മുകളിൽ ഒരു നാച്ചുറൽ ഇൻസുലേറ്റർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ശരി. അത് പലരും പല തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ കുറേ കാലങ്ങളായിട്ട് പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. ശരി. അതായത് ചിരട്ട വെച്ചു, ചകിരി വെച്ചു. എങ്ങനെ നമ്മൾ സീലിംഗിന്റെ മേളിൽ ചിരട്ട വെച്ചു നോക്കി. അതുപോലെ തന്നെ പക്ഷെ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി എപ്പോഴും ബുദ്ധിമുട്ടല്ലേ? അതെ അതെ. എന്ന് മാത്രമല്ല, ചകിരി ഓല വെച്ചു തുടങ്ങി. ശരി. അപ്പൊ ഈ ഓലയൊക്കെ വെച്ചാലുള്ള ദൂഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ചൂട് കുറയ്ക്കുന്നു മാത്രമല്ല, അതിൻ്റെ ഉള്ളിലെ തേരട്ട, അങ്ങനെയുള്ള സെന്റിപ്പീഡ് മില്ലിപ്പീഡ് അതെല്ലാം വന്നു. അപ്പൊ ഒന്നും പ്രായോഗികമായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരാൾ പറഞ്ഞു എന്നോട്, ഈ ചകിരിച്ചോറ്, ശരി, ചകിരിച്ചോറിന് നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി. അപ്പൊ ചകിരിച്ചോറിനുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ 10 ഇരട്ടി വെള്ളം അതിലേക്ക് സംഭരിച്ചു വയ്ക്കാൻ കഴിയും, സ്റ്റോർ ചെയ്യാൻ കഴിയും. അതായത് 1 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി 10 കിലോ വെള്ളം ശരി അതിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പൊ ആ സാധനമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 20 കൊല്ലം മുമ്പ് ഇത് കണ്ടശങ്കടമെന്ന് വരുത്തുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വരുത്തുന്ന സമയത്ത് നമുക്ക് ഇതിന് വളരെയധികം എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ബ്രിക്കറ്റ് എന്ന് പറഞ്ഞ രൂപത്തിൽ ഇത് കിട്ടുന്നുണ്ട്. 5 കിലോന്റെ ബ്രിക്കറ്റ്. ആ 5 കിലോന്റെ ബ്രിക്കറ്റ് ഇത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് നാച്ചുറൽ. നമ്മളിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോ ആദ്യമായിട്ട് ഒരു ടാർപോളിൻ ഇട്ടു. ഇതിപ്പോ നമ്മൾ ഏകദേശം എത്ര കാലമായിട്ടുണ്ട് ഇത് ഇട്ടിട്ട്? ഇത് ഇട്ടിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. ശരി. ഏപ്രിൽ ആദ്യം തുടക്കത്തിലിട്ടതാ. നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ടാർപോളിൻ. ഒരു മിനിറ്റ്, ഞാൻ അതിലൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്കിത് ടെറസിന് ഹാംഫുൾ ആണോ? ഇല്ല, അതിനാണ് നമ്മൾ ടാർപോളിൻ വെക്കുന്നത്. ആദ്യം ഒരു ടാർപോളിൻ നമ്മളിങ്ങനെ അടിയിൽ ടാർപ്പായിട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തണുപ്പ് നമുക്ക് അടിയിലേക്ക് ഒബ്സർവ് ആയിട്ട്, അതാണ് അതിന്റെ പ്രത്യേകത. തണുപ്പിന് യാതൊരു വിധത്തിനകത്ത് കുറവ് വരുത്തുന്നില്ല. ശരി. എന്ന് മാത്രമല്ല, നമ്മുടെ അതായത് ചൂടിനെ ഇത് ഒബ്സർവ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അത് പ്രകാരം ഇത് പിന്നെ ടെറസിലേക്ക് നമുക്ക് ഹീറ്റ് പോവാനും സാധ്യതയില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. നമ്മളിപ്പോ ഇത് ടാർപ്പായി ഇടാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെറസിന് പ്രോബ്ലം വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഈ ചകിരിച്ചോറ് ഇട്ടിട്ട് അതിന് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറയുണ്ട്. ആ കറ സീലിംഗിൽ മുഴുവനും വരും. ചകിരിച്ചോറിന്റെ കറ വരും. ചകിരിച്ചോറിന്റെ ടാനിൻ, ആ കറ. അപ്പൊ അത് ചകിരിച്ചോറിന്റെ കറ. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ഉടനെ തന്നെ ഇതിലേക്ക് വന്നത്. ഏത് ടാർപോളിൻ ഇട്ടത്. ഈ ടാർപോളിന്റെ മീതെ നമ്മുടെ ഈ ചകിരിച്ചോറിന്റെ ബ്ലോക്ക് വെക്കുന്നു. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോസ് പൈപ്പില് അതിന്റെ വെള്ളം അതിന്റെ മീതെ അടിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ചെളി രൂപത്തിലാവും. ശരി. അങ്ങനെ ഒരു 1/2 ഇഞ്ച് കനത്തില് നമ്മളിത് പരത്തുന്നു. ഇത് ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് പരത്തിയിരിക്കുന്നത്. അത് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അതിന്റെ മീതെ വേറൊരു അതേ സൈസിലുള്ള ഒരു ടാർപോളിൻ വെക്കുന്നു. നമ്മുടെ AC റെഡി. വളരെ ചെലവ് കുറവില്ല. എത്ര രൂപയുടെ ചെലവ്? ഈ ടാർപോളിൻ അതായത് 6x6 അതിന് 130, ഏകദേശം 130 രൂപ. കുറവ് കിട്ടിയിരിക്കോട്ടോ, 130 രൂപ. പിന്നെ ഈ ബ്രിക്കറ്റിന് വില 130 രൂപ. 5 കിലോ ബ്രിക്കറ്റിന് വില 130 രൂപ. പിന്നെ വേറൊരു ടാർപോളിൻ. അങ്ങനെ നമുക്ക് നമ്മുടെ നാച്ചുറൽ AC ഏകദേശം ഒരു 500 രൂപീസിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലിയർ ആയി. നാച്ചുറൽ ആയിട്ട് AC കിട്ടി. അപ്പൊ ഞാൻ ഇത് ഇട്ടു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട്
നമ്മൾ വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലം വന്നാലും നമുക്ക് ഇവിടുന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല അത് അവിടെ കിടന്നോളും. ഓക്കെ അപ്പോൾ എന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോഗ് ചെയ്യില്ല. അത് പോറസ് ആണ്. അത് ശരി. ഈ ചകിരിച്ചോറ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്നിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആന്റി ടെർമൈറ്റ് ആണ്. ചതലുണ്ടാവില്ല. ചതല് വരില്ല. കാലാകാലങ്ങളുള്ള ഇതിവിടെ പെർമനന്റ് ആയിട്ട് കിടക്കാം. അവിടെ എന്റെ ഓഫീസ് റൂം ഇല്ലേ, അത് 5 കൊല്ലമായിട്ടുള്ളതാ. ഇതാണ് പുതിയത് ചെയ്തത്. അത് 5 കൊല്ലമായിട്ട് അവിടെ തന്നെ. പക്ഷെ ഈ 5 കൊല്ലം ആവുന്ന സമയത്ത് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് കുറച്ച് മഴ പെയ്യുമ്പോ ഒലിച്ചു വരാൻ സാധ്യത. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തുമാത്രത്തോളം ഈ ഇതുണ്ടല്ലോ ചകിരിച്ചോറ്, അത് വെറുതെ ഫാൻ ഉള്ള സ്ഥലത്ത് മാത്രം മതിയോ എന്നുള്ളതായിരുന്നു എന്റെ പരീക്ഷണം. കുറെ അങ്ങനെ ഒലിച്ചൊലിച്ച് പോയി. എന്നിട്ട് അതിന് നടുക്കില്, അതായത് ഫാനിന്റെ സൈഡിൽ മാത്രമായിരുന്നു. പക്ഷെ അതുണ്ടായപ്പോ ആ ഫാനിന്റെ സൈഡിൽ കുളിരുണ്ട്, പക്ഷെ മറ്റുള്ള സ്ഥലത്തൊക്കെ നല്ല ചൂടാണ്. ആ പരീക്ഷണം മനസ്സിലായി അങ്ങനെ ചെയ്ത് ശരിയാവില്ല. ആ റൂം മുഴുവനും നമ്മൾ ഇത് ചെയ്യണം. അല്ല, നമ്മളിപ്പോ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു റൂം മുഴുവനും. ശരി. ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്തു. ഇത് നമ്മൾ ഏകദേശം 5 വർഷമായിട്ട് ഇവിടെ ചെയ്തു. പക്ഷെ അതിൽ ടോപ്പ് ഓഫ് ചെയ്തു. അതായത് ഇതില് കുറെ ഭാഗങ്ങളൊക്കെ പോയി. കുറച്ച് പഴക്കം കണ്ടോ, ഇതെല്ലാം പഴക്കം തിന്നിട്ടുള്ളതാ. വളരെ പഴയതാ. എന്നാലും അതില് വെള്ളമുണ്ട്, നനവുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ പോയ കാരണം കൂടെ നമുക്ക് ടോപ്പ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നു. ശരി. അല്ല, അത് കാലക്രമേണ നമുക്ക് ഇതിൽ ചെറിയ ലോസ് സംഭവിക്കും. അത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തെടുത്തേ പറ്റൂ. നമ്മൾ ഇതിൽ ഏകദേശം വെള്ളം ഒഴിക്കുമ്പോൾ എത്ര നാളുകൾക്ക് ശേഷം വെള്ളം ആഡ് ചെയ്യേണ്ടി വരും? ചൂടാവുന്നതൊക്കെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ശരി. നമ്മൾ വെരി വെരി സെൻസിറ്റീവ്. അപ്പൊ നമുക്ക് ആ തണുപ്പ് കുറയുന്നു. വെള്ളം കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് താഴ്ത്തേക്ക് മനസ്സിലാവും. ചൂട് കൂടും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹ്യൂമിഡിറ്റി ചൂട് കൂടും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ വന്ന് നമ്മള് വെള്ളം ഇത്ര സമയത്തിനുള്ളിൽ ഏകദേശം നമുക്ക് ഇപ്പൊ മന്ത്ലി വൺസ് ചെയ്യേണ്ടി വരും. അതെ, നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ചെയ്ത സമയത്തൊക്കെ ഉണ്ട് 7 കൊല്ലം മുമ്പ്. അന്നൊക്കെ ഇത് മാത്രം ചെയ്തിട്ട് പിന്നെ ഞാൻ തൊടാറില്ല. കാരണം അന്നൊക്കെ ചൂട് കുറവായിരുന്നു. അല്ല, അന്നൊക്കെ സമ്മർ റെയിൻ കിട്ടിയിരുന്നു. ഇപ്പൊ സമ്മർ റെയിൻ ഇല്ല. അതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴാണ് നമുക്ക് ചൂടായിട്ട് അനുഭവപ്പെടുന്നത്, അപ്പൊ നമ്മള് വെള്ളം നനയ്ക്കുക, അത്രമാത്രം. സോ ഫ്രീ. ഒരു 500 rupeesന് AC ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണത്. സക്കറിയ സാറ് ഇതേ ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ആളുടെ വീട്. വീടിന്റെ മേളിൽ കാര്യമായിട്ട് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് പോലും ആളുടെ വീടിന്റെ ഉള്ളിൽ വളരെ തണുപ്പാണെന്നാണ് പറയുന്നത്, അല്ലേ സാറേ? അതെ. വീടിന്റെ അകത്തൊന്ന് പോയി നോക്കാം. ജസ്റ്റ് ഇങ്ങനത്തെ എത്ര ബ്രിക്ക് വേണ്ടി വരും സാർ നമുക്ക് ഇവിടെ ചെയ്യാൻ? നമ്മളന്ന് കണ്ടില്ലേ, ഏറ്റവും ചെറിയ ടാർപോളിൻ 4x4 സൈസ്. അതെ. ആ സൈസിന് ഇത് മതിയോ? ഒരു സിംഗിൾ ബ്രിക്ക് മതിയോ? ഇത് നമ്മൾ പൊടിച്ചെടുക്കണം. എങ്ങനെയാ? പൊടിച്ചെടുക്കല്ല, ഒന്നും ചെയ്ത് പൊടിക്കൊന്നും വേണ്ട, വെറുതെ നനയ്ക്കുക. ഹോസ് വെച്ചിട്ട് നനയ്ക്കുക. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ എക്സ്പാൻഡ് ആവും, ചെളി രൂപത്തിലാവും. അതങ്ങനെ പരത്തണം. നമ്മൾ ടാർപ്പായിലേക്ക് പരത്തണം. അത്രേ ചെയ്യേണ്ട ആവശ്യം, വേറെ ഒന്നും ചെയ്യണ്ട. ഈ കവർ പൊട്ടിച്ചിട്ട് ഓസ് വെച്ച് നനച്ചാൽ മതി. പൊടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വേറെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. നമുക്ക് അകത്തൊന്ന് കയറി നോക്കിയാൽ. ഞങ്ങളിപ്പോ സ്കറിയ സാറിന്റെ ഓഫീസ് റൂമിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ വന്നപ്പോ ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് വന്നിട്ടും നമുക്ക് വലിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യണില്ല. സാറിനിപ്പോ ഇവിടെ നല്ല ഉച്ച സമയത്തായാലും നമുക്ക് ഇതേ കൂടുതൽ എല്ലായ്പ്പോഴും ഉള്ളത്. സാധാരണ ഈവനിങ് ടൈമിൽ നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ഉച്ച സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പരിസരങ്ങളെല്ലാം ചൂടുമായി. അപ്പൊ ചൂടാവുന്ന സമയത്ത് ചൂട് ഏറെ നമ്മുടെ റൂമിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. നമ്മള് വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പൊ വിൻഡോസ് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ കർട്ടൻ ഇടുകയോ ചെയ്യണം. നമ്മുടെ തണുപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ അത്രമാത്രം വേണ്ടോ, വേറെ യാതൊരു. അല്ല, ഇവിടെ ഇപ്പൊ നമുക്ക് മുകളിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം തന്നെ വരുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ AC ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ സാറിന്റെ റൂമിലോട്ട് വന്നപ്പോ നമുക്ക് അത്രയും ഒരു വ്യത്യാസം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 25 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ ചെലവാക്കാണ്ട്. മറ്റുള്ള അസൂയകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന്. ഏതായാലും ഈ ഒരു മെത്തേഡ് സാർ ഉപയോഗിച്ചത് മറ്റുള്ളവർക്കും കൂടെ നല്ലൊരു ഉപകാരമായി തീരട്ടെ.
നമ്മോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് സാറിന് ഒരുപാട് നന്ദി. ഇത്രയും നേരം ആളുടെ ഓഫീസ് റൂമിൽ ഞാൻ ഇരുന്ന ആളായിട്ട് സംസാരിച്ചു. നമുക്കും ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇത്രയും ചൂടുള്ള ഒരു സമയം, ഏകദേശം നമുക്കിപ്പോൾ ടൈം വന്നിട്ട് ഏകദേശം 12 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഈ 12 മണി നേരത്തും ഇവിടെ ഇരുന്ന് സമാധാനപരമായിട്ട് ഇത്രയും രസമായിട്ട് സംസാരിച്ചിരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കാരണം ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മുടെ ചകിരിയുടെ ബ്രിക്സ് ഉപയോഗിച്ച് നനച്ച് ടാർപ്പായ്ക്കുള്ളിൽ ടെറസിൻ്റെ മേളിൽ വിരിച്ചുകൊണ്ടാണ് സാറ് ഈ ഒരു ഹീറ്റിനെ ഇവിടെ തരണം ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജെനുവിൻ കമൻസുകളാണെങ്കിൽ സ്കറിയ സാറുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ കൂടെ. എന്താ കാരണം വെച്ചാൽ ആൾ ബിസിയായ ഒരു പേഴ്സണാണ്, അതുകൊണ്ട് നമ്പർ വീഡിയോയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ആളായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതും കൂടെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.